ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഒരു ചാനൽ കാരണം കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സെക്കൻഡ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ടോക്ക് ആൻഡ് ഡു 8 എന്നാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഈ ഒരു ചാനലിൻ്റെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. പക്ഷേ എന്നാലും ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനലിലും കൂടി വന്ന് പറയണം എന്നുള്ളത് എനിക്ക് തോന്നി. ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനൊരു മാർച്ച് അവസാനമൊക്കെ തൊട്ടിട്ട് ഇതിനകത്ത് നോട്ട്ബുക്ക് മൂവിയുടെ ക്ലിപ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിനകത്ത് തുരുതുരാ കമൻറ്റും കാര്യങ്ങളും വ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോണിറ്റൈസ്ഡ് ആയ ചാനലായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഡോളറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്ക് അതിനകത്തൊന്നൊരു കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസം ഞാൻ ആ ഒരു മൂവി ഫുൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ ഏകദേശം ഒരു ഏപ്രിൽ 25-ാം തീയതി എനിക്ക് അതിനകത്തുനിന്ന് സ്ട്രൈക്ക് കിട്ടി. അതായത് അടുപ്പിച്ച് 2 സ്ട്രൈക്കാണ് കിട്ടിയത്. മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിന് മുന്നേ ഞാൻ എങ്ങനെയൊക്കെയോ അവരൊരു 5 വീഡിയോ, ഞാൻ 10 ക്ലിപ്സ് ഇട്ടതിനകത്ത് 5 വീഡിയോയ്ക്ക് അവർ 2 സ്ട്രൈക്കായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 5 വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് അതുകൊണ്ടാണോ എനിക്കറിയില്ല, എന്തായാലും എനിക്ക് 2 സ്ട്രൈക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് ഒരു ഏപ്രിൽ ഒരവസാനം കിട്ടിയ സ്ട്രൈക്ക് ഒരു ജൂലൈ 24 വരെ എനിക്കുണ്ടായിരുന്നു. അതായത് ഒരു 90 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ജൂലൈ 24 ആയപ്പോഴേക്കും അത് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നവും അതുപോലെ തന്നെ എൻ്റെ ചാനലിനകത്ത് എനിക്ക് തോന്നുന്നു ഹണി റോസ് അവരുടെ ആ ഒരു സമയത്തെയൊക്കെ കുറേ ഗോസിപ്പ് വീഡിയോസ് അങ്ങനെയൊക്കെ കുറേ ഞാൻ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഫോൺ സംഭാഷണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ. ചിലതൊക്കെ ഞാൻ അല്ലാതാണെങ്കിലും ഫുള്ളായിട്ട് എൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഞാൻ വേറെ ചാനലിൽ നിന്നൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ അതുപോലെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം ഇട്ടു. എനിക്ക് നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ഒരു ചാനലിനകത്ത് കൃഷിയുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വ്യൂസ് കുറവായതുകൊണ്ടാണ് ഞാൻ വ്യൂസ് കിട്ടുന്ന വീഡിയോസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഏകദേശം ഒരു ഏപ്രിൽ 30 ആയപ്പോഴേക്കും റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നം വന്നു. അതായത് ഒരു മെയ് 7-നുള്ളിൽ അപ്പീൽ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റഡ് ആക്കും എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പീൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് റിജക്റ്റഡ് ആവും. കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റും അല്ലെങ്കിൽ മറ്റ് ചാനലിൽ നിന്നൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അപ്പീൽ ചെയ്താലും കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു വിചാരത്തിൽ പിന്നെയും അപ്പീൽ വീഡിയോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാലോ, അപ്പോൾ ഇപ്പോഴേ എന്തെങ്കിലും കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്പീൽ വീഡിയോ ചെയ്ത് പഠിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതുമല്ല യൂട്യൂബ് സപ്പോർട്ടിൽ ചോദിച്ചപ്പോഴും അവരും അപ്പീൽ വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനൊരു തട്ടിക്കൂട്ടി ഒരു അപ്പീൽ വീഡിയോ ചെയ്തു, പക്ഷേ അത് റിജക്റ്റഡ് ആയി. അങ്ങനെ ഒരു മെയ് 5-ാം തീയതി ആയപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഫുള്ള് ഒരു മോണിറ്റൈസേഷൻ ഫുള്ള് കട്ടായിപ്പോയി, ഡിസേബിൾ ആയിപ്പോയി. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഈ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിൽ നമ്മളിപ്പോൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കാണുമല്ലോ. അപ്പോൾ അത് നമ്മൾ ലോങ് വീഡിയോയിലൊക്കെ ആണെങ്കിൽ ഓൺ ആക്കുമ്പോഴാണ് ഗ്രീൻ ഡോളറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി അതിനകത്ത് ഒരു ഗ്രീൻ ഡോളറും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയൊരു വിഷമം ഇല്ലായിരുന്നു. കാരണം ഒരു 90 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് എക്സ്പയർ ആവും. പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും യൂട്യൂബ് ചാനൽ ഒന്ന് കുറച്ച് നാളത്തേക്ക് നിർത്താം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സമയത്ത് ഈ ഒരു പണിയും കൂടെ കിട്ടുന്നത്. അപ്പോൾ സ്ട്രൈക്ക് കുഴപ്പമില്ല, പക്ഷേ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നപ്പോൾ, അതായത് എൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയപ്പോഴായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടൊരു ചെറിയൊരു ഡിപ്രഷനിലോട്ടൊക്കെ ഞാൻ പോയി. ഈ ഒരു ചാനൽ കളഞ്ഞേക്കാം, വേണ്ട എന്നൊക്കെ വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയത്തില്ലേ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒത്തിരി ഒരു ഇമോഷൻസൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും എന്നുള്ളത്. നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് കൂളായിട്ടൊക്കെ വേണം തീരുമാനങ്ങൾ എടുക്കാനെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ കുറേ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലയിൽ കുറച്ചൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു തീരുമാനങ്ങളൊക്കെ ഒരു ക്ലിയർ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലോട്ട് വന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ അതായത് എനിക്ക് വീണ്ടും അപ്പീൽ വീഡിയോ റിജക്റ്റഡ് ആയി. അപ്പോൾ വീണ്ടും ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങിയേക്കാം. ഞാൻ നേരത്തെ മോണിറ്റൈസ്ഡ് ആയ സമയത്ത് വിചാരിച്ചാണ് ഒരു സെക്കൻഡ് ചാനൽ എങ്ങനെയും തുടങ്ങണമെന്നുള്ളത്.
നമുക്ക് ഈ ഒരു ചാനലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നൊക്കെ ഒരു വിചാരത്തിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് ചാനലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോണിറ്റൈസ്ഡ് ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇതിനിപ്പം എപ്പോൾ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാണ്? ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് ഈ ഒരു ചാനലായാലും തുടങ്ങിയത്. അപ്പോൾ ഇത് എന്ന് മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് കിട്ടി, എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു മെയ് 12 ആയപ്പോഴേക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അത് ഡിസേബിൾ ആയെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. അതായത് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷോർട്സ്, ലൈവ് സ്ട്രീം ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കമൻറ്റുകളൊന്നും പിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ, അതായത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ലിങ്കുകളൊന്നും തന്നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെ എനിക്ക് ഡിസേബിളായി. അപ്പോൾ അതിന് പകരം ഒന്നുകിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ID വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ ഈ വയലേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ചാനലിലൊക്കെ തന്നെ ഈ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇങ്ങനെ ഡിസേബിൾ ആയി പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ ആണെങ്കിൽ തന്നെ എൻ്റെ ലോങ് വീഡിയോയുടെ ലിങ്കുകളൊന്നും തന്നെ ആ ഒരു ഇത് ഡിസേബിൾ ആയ സമയത്തൊന്നും തന്നെ എനിക്ക് ആഡ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു നമ്മുടെ കുറച്ചും കൂടെ ഒരു ക്ലിയറൊക്കെ ആയി വരുമ്പോൾ, അതായത് സ്ട്രൈക്ക് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സ്ട്രൈക്കൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഒരു അവർ ആ ഒരു ID സംഭവങ്ങളൊക്കെ ഓൾറെഡി അവരതങ്ങ് ഡിലീറ്റ് ആക്കി കളയും. പിന്നെ അതെല്ലാം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഞാൻ ആ ഒരു മെയിൽ ആ ഒരു സമയത്തൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ ഒരു മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു 3 മാസം ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ അനുഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ കളഞ്ഞേക്കാം എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇത്രയല്ലേ ഉള്ളൂ സംഭവിച്ചെന്നൊക്കെ തോന്നാം. എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രൈക്ക് വന്നപ്പോൾ എനിക്ക് അത്രയും വലിയൊരു വിഷമം കാര്യങ്ങൾ ഇല്ലായിരുന്നു. കാരണം അത് ആ ഒരു സമയമായി കഴിയുമ്പോഴേക്ക് എക്സ്പയർ ആവും. പിന്നെ എന്നാലും എനിക്ക് പേടിയുണ്ട്, കാരണം 2 സ്ട്രൈക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ട്രൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു 90 ഡേയ്സിനുള്ളിൽ ഒരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ റിമൂവ് ആയി പോവും. ആ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഓഗസ്റ്റിൽ എനിക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് 1-2 തട്ടിക്കൂട്ട് ഞാൻ ഇതിനകത്ത് വീഡിയോസൊക്കെ ഇട്ട് വെച്ചു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്ത് റെഗുലറായിട്ടൊക്കെ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടണം. ശരിക്കും എനിക്ക് ഒരു ചാനലിൽ നിന്ന് പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം ഒന്ന് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് പേയ്മെൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ്, നമുക്കറിയാലോ, ഒരു $100 ആകുമ്പോഴാണ് നമുക്ക് ഇത് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോഴേക്കാണ് ഈ ഒരു മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് മോണിറ്റൈസ്ഡ് ആയെന്ന് പറഞ്ഞാൽ 2023 ആ ഒരു ഡിസംബർ ആ ഒരു സമയത്താണ് കേട്ടോ. അന്നൊന്നും എനിക്ക് അത്ര വലിയ ഈ മോണിറ്റൈസേഷൻ ചാനലായത് എനിക്ക് അങ്ങനെ വലിയൊരു അത്ഭുതമോ വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അത് ഡിസേബിൾ ആയപ്പോൾ, അതായത് നമ്മൾ YT സ്റ്റുഡിയോയിൽ ഏൺ ടാബ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നേരത്തെയൊക്കെ നമുക്ക് ഇത്ര $, കയറി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, കണ്ണ് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ അത് പോയപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോഴേക്കും വീണ്ടും എനിക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടിയോ, ഒരു വിത്തിൻ 1 മന്താണ് അവർ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് സെക്കൻഡ് ചാനലും കൂടി ഉള്ളതുകൊണ്ട് ആ ചാനലും ഈ ചാനലും എല്ലാം എനിക്ക് ഒരുപോലെ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുള്ള എൻ്റെ കൃഷിയുടെയൊക്കെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സെക്കൻഡ് ചാനലിൽ എൻ്റെ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പോകാം, അല്ലെങ്കിൽ സ്ട്രൈക്ക്, ടൈപ്പ് ഓഫ് സ്ട്രൈക്ക് അത് നമ്മുടെ ചാനലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അങ്ങനെ കോപ്പിറൈറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് കുറേ വീഡിയോസ് ഞാൻ ആ ഒരു സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു ചാനലിലേക്കും കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു സെക്കൻഡ് ചാനലിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിലോ ഒക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മോണിറ്റൈസേഷന് റീഅപ്ലൈ ചെയ്ത കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടായോ കിട്ടിയില്ലയോ എന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്